ഹായ് ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തിലെ കാർഡിയാക് സൈക്കിളുമായിട്ടാണ്. ഓക്കെ, കാർഡിയാക് സൈക്കിൾ. ഓക്കെ, അപ്പോൾ കാർഡിയാക് സൈക്കിളിനകത്ത് നിങ്ങൾ ഏറ്റവും മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന കാര്യങ്ങൾ, അത് നീറ്റിനാണെങ്കിലും അതല്ലെങ്കിൽ നമ്മുടെ പ്ലസ് വൺ എക്സാമിനാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുക. സോ നിങ്ങൾക്കറിയാലോ, അതൊരു അത്യാവശ്യം ഡ്രൈ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഞാൻ പരമാവധി നിങ്ങൾക്കത് മനസ്സിലാക്കി തരാൻ വേണ്ടി തന്നെയാണ് ശ്രമിച്ചിരിക്കുക. വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുക, നിങ്ങൾക്കത് മനസ്സിലാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ജസ്റ്റ് വാച്ച് ദ വീഡിയോ ടിൽ ദ എൻഡ്, യു ആർ ഗോണ പെർഫെക്റ്റ്. സോ വിട്ടേക്കാം. ഹലോ, നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് നമുക്ക് പതുക്കെ വിട്ടേക്കാം കേട്ടോ. നമ്മുടെ പരിപാടിയിലേക്ക് നമുക്ക് പതുക്കെ വിട്ടേക്കാം. കാർഡിയാക് സൈക്കിൾ. അപ്പോൾ കാർഡിയാക് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള ടേംസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. SA നോഡ് എന്താണ്, AV നോഡ് എന്താണ്, അതുപോലെ തന്നെ ഫൈബ്രസ് ആയിട്ടുള്ള സെപ്റ്റ ഏതാണ്, മസ്കുലർ ആയിട്ടുള്ള സെപ്റ്റ ഏതാണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. അത് ഞാൻ പറഞ്ഞുതരാം. സൈനോ ഏട്രിയൽ നോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ഏട്രിയം, റൈറ്റ് ഓറിക്കിളിൻ്റെ സ്കിമാറ്റിക് ആയിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് ജസ്റ്റ് ചുമ്മാ നോക്കിയാടാ. ഇതൊരു ഹാർട്ടിൻ്റെ ക്രോസ് സെക്ഷൻ ആണെന്ന് വിചാരിക്കുക. ഇത് റൈറ്റ് ഏട്രിയം, ഇത് ലെഫ്റ്റ് ഏട്രിയം, ഇത് റൈറ്റ് വെൻട്രിക്കിൾ, ഇത് ലെഫ്റ്റ് വെൻട്രിക്കിൾ. അത്രയും കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി ഞാൻ ഇതിനകത്ത് ഈ ഒരു സാധനം, അതായത് ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റ എന്നത് ഫൈബ്രസ് ആണ് എന്ന് വെച്ചാൽ ഇവിടെ നോ കണ്ടക്ഷൻ, അതായത് ഒരു തരത്തിൽ ഇമ്പൾസോ അല്ലെങ്കിൽ ഷോക്കോ ഒന്നും തന്നെ ഇത് കണ്ടക്ട് ചെയ്യല. പിന്നെയുള്ളത് ഈ കാണുന്ന സാധനമാണ് ഇൻ്റർ ഏട്രിയൽ സെപ്റ്റം. രണ്ട് ഏട്രിയ അതായത് തമ്മിൽ തിരിച്ചു വെച്ചേക്കുന്ന സെപ്റ്റം. ആ സെപ്റ്റം എന്നായി എന്നറിയാവോ? അത് മസ്കുലറാണ്, കണ്ടക്റ്റിംഗ് ആണ്. അത് മസ്കുലറാണ്, അത് കണ്ടക്റ്റിംഗ് ആണ്. അത്രയും കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഇനി SA നോഡ്, AV നോഡ്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. ഇനി നമുക്കുള്ളത് SA നോഡ്, AV നോഡ് അല്ലേ. ഈ സാധനമാണ് SA നോഡ്, ഈ സാധനമാണ് AV നോഡ്. എന്ന് വെച്ചാൽ റൈറ്റ് ഏട്രിയത്തിൻ്റെ ടോപ്പ് റൈറ്റ് കോർണറിൽ കാണുന്ന സാധനമാണ് എന്ത്? SA നോഡ്. അതിനെ പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് എന്ന് വിളിക്കും. കാരണം അതിൽ നിന്നാണ് ഇമ്പൾസൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഹാർട്ട് ഓട്ടോ എക്സൈറ്റബിൾ ആണെന്നറിയാലോ. അപ്പോൾ അതിനകത്ത് ഇമ്പൾസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുക എവിടെ നിന്നാണ്? നമ്മുടെ SA നോഡിൽ നിന്നുമാണ്. പിന്നെയുള്ളൊരു സാധനമാണ് AV നോഡ് എന്ന് പറയുന്ന സാധനം. AV നോഡിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ പേസ് സെറ്റർ ഓഫ് ദ ഹാർട്ട് എന്ന് പറയും. എന്ന് വെച്ചാൽ ഇത് ഇവിടുന്ന് കൊടുക്കുന്ന ഇമ്പൾസ്, അതായത് ഇവിടുന്ന് കൊടുക്കുന്ന ഇമ്പൾസുകളൊക്കെ എന്നായെന്നറിയാവോ? ഇവൻ സ്വീകരിച്ചിട്ട് ബണ്ടിൽ ഓഫ് ഹിസ്, അതുപോലെ തന്നെ പർക്കഞ്ചെ ഫൈബേഴ്സ് വഴി വെൻട്രിക്കിളിലേക്ക് മറ്റ് ഹാർട്ടിൻ്റെ വിവിധ ഏരിയാസിലേക്ക് കൊണ്ടുപോകുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നവനാണ് ആര്? AV നോഡ്. കാരണം ഞാൻ പറഞ്ഞു ഇത് ഫൈബ്രസ് ആണ്. ഈ സാധനം അല്ലെങ്കിൽ ഈ കാണുന്ന ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റ എന്നത് ഫൈബ്രസ് ആണ്. സോ ഇറ്റ്സ് നോട്ട് കണ്ടക്റ്റിംഗ്. ഓക്കെ, അതിൻ്റെ മെക്കാനിസം ഒക്കെ ഞാൻ അടുത്തൊരു പാർട്ടായിട്ട് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും മനസ്സിലാവുന്ന തരത്തിൽ ഏറ്റവും സമയം കുറച്ച് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. അപ്പോൾ ഞാൻ ഒറിജിനൽ ഹാർട്ടിൻ്റെ പിക്ചർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, സൈനോ ഏട്രിയൽ നോഡ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കാണുന്നതാണ് സൈനോ ഏട്രിയൽ നോഡ്. കാണത്തില്ല അല്ലേ? സോറി. ഈ കാണുന്നവനാണ് സൈനോ ഏട്രിയൽ നോഡ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇവനാണ് ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ് എന്ന് പറയുന്ന സാധനം, AV നോഡ്. അതായത് റൈറ്റ് ടോപ്പ് റൈറ്റ് കോർണറിൽ, ബോട്ടം ലെഫ്റ്റ് കോർണറിൽ. ക്ലിയർ? അത് എന്തിൻ്റെ? റൈറ്റ് ഏട്രിയത്തിൻ്റെ എടുത്താട്ടോ കാണുന്നത്. റൈറ്റ് ഏട്രിയത്തിൻ്റെ അവിടെയാണ് ഈ സാധനം എന്ത് ചെയ്യുക? കാണുക. അപ്പോൾ ഇത്രയും കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വച്ചേക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സൈക്കിളിലോട്ട് നമുക്ക് കിടക്കാം. കാർഡിയാക് സൈക്കിളിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ തന്നെ വെച്ചിട്ടാണ് നമ്മൾ പറയുക. കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവും. സോ സ്കീമാറ്റിക്കായിട്ട് ഞാനിപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു
പടം ഞാൻ എന്ത് ഇവിടെ വരച്ചു തരാം. എൻ്റെ വര കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലേ, നല്ല സൂപ്പർ വരകാരനാണ്. ഡാവിഞ്ചിയൊക്കെ ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവിടെ നിൽക്കട്ടെ. ദേ ട്രൈകസ്പിഡ് വാൽവ് എവിടെയാണ് കാണുന്നത്? ട്രൈകസ്പിഡ് വാൽവ് എവിടെയാണ് കാണുന്നത്? നമ്മുടെ റൈറ്റ് ഏട്രിയത്തിൻ്റെ റൈറ്റ് വെൻട്രിക്കിളിൻ്റെ ഇടയ്ക്കാണ് എന്ത് ചെയ്യുക, ട്രൈകസ്പിഡ് ആയിട്ടുള്ള വാൽവ് കാണാൻ സാധിക്കുക. സ്ക്രീൻ ഗ്ലോ ആയല്ലോ. ഓക്കെ, ലെഫ്റ്റ് ഏട്രിയത്തിൻ്റെ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ ഇടയ്ക്ക് കാണുന്ന സാധനത്തിനെയാണ് നമ്മൾ ബൈകസ്പിഡ് വാൽവ് ഓർ മിട്രൽ വാൽവ് എന്ന് പറയുക. അങ്ങനെ പറയാനുള്ള കാരണം എന്നാ അറിയാം? മൈറ്റർ എന്നൊരു വാക്കിൽ നിന്നാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഊറാറയില്ലേ, അതായത് പള്ളികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കത്തോലിക്ക പള്ളികളിൽ ചെന്ന് കഴിയുമ്പോൾ അച്ഛൻ കഴുത്തിന് ചുറ്റും ഇങ്ങനെ ഒരു സാധനം ഇടുന്നത് കണ്ടിട്ടില്ലേ? പരിശുദ്ധ ഊറാറ ഇങ്ങനെ ഒരു സംഭവം ഇടുന്നത് കണ്ടിട്ടില്ലേ? ആ സംഭവത്തിൻ്റെ ഒരു ഷേപ്പിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് അങ്ങനത്തെ ഒരു മിട്രൽ എന്നൊരു പദപ്രയോഗം അതിനകത്ത് നടത്തിയേക്കുന്നത്. നമ്മളതിനെ ബേസിലോട്ടൊന്നും പോകേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് മിട്രൽ വാൽവാന്ന് അറിഞ്ഞിരിക്കുക. ഇതെന്താണ്? ട്രൈകസ്പിഡ് വാൽവ്. ഇതെന്താണ്? മിട്രൽ വാൽവ് ഓർ ബൈകസ്പിഡ് വാൽവ് എന്ന് ഞാൻ പറയും. ഞാൻ പെന്നൊന്ന് മാറ്റട്ടെ, കാണുന്നില്ല. പോട്ടെ, ഇത് തന്നെ മതി. അപ്പോൾ അത്രയും കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കാം. ഇവിടെ എസ് എ നോഡുണ്ട്, ഇവിടെ എ വി നോഡുണ്ട് എന്ന് ഞാൻ പറഞ്ഞു, കറക്റ്റ് അല്ലേ? അവിടെ എന്തുണ്ട്? എസ് എ നോഡുണ്ട്, താഴെ എ വി നോഡുണ്ട് എന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് ഞാനിപ്പോൾ പറഞ്ഞു തന്ന കാര്യം. ഞാൻ ഒറിജിനൽ ഹാർട്ടിൻ്റെ ഫിഗർ വരച്ച് വരെ കാണിച്ചു തന്ന കാര്യം. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങുന്നത് ജോയിൻ്റ് ഡയസ്റ്റോളിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ ഡയസ്റ്റോൾ എന്താണ്, സിസ്റ്റോൾ എന്താണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. സിസ്റ്റോൾ, ഡയസ്റ്റോൾ. സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ കൺട്രാക്ഷനാണ്. സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ കൺട്രാക്ഷനാണ്. ഡയസ്റ്റോൾ എന്ന് പറഞ്ഞാൽ റിലാക്സേഷനെയാണെന്ന് പറയാം. നമ്മൾ ഡയസ്റ്റോൾ എന്ന് പറയുക. ഞാനൊരു 10-15 മിനിറ്റോടെ എടുത്തിട്ട് ഞാൻ തീർത്ത് തരാം കേട്ടോ. ഇപ്പോൾ സമയം ഇനിയൊരു 10-15 മിനിറ്റോടെ ഉണ്ട്. സിസ്റ്റോളും ഡയസ്റ്റോളും എന്താണെന്ന് നമുക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. സിസ്റ്റോളും ഡയസ്റ്റോളും അത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഏട്രിയൽ സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് രണ്ടും ഏട്രിയയാണ്, ഇത് രണ്ടും വെൻട്രിക്കിളാണ്. അപ്പോൾ ഏട്രിയൽ സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഏട്രിയ കൺട്രാക്ട് ചെയ്യുന്ന പരിപാടി. ക്ലിയർ? ഏട്രിയൽ സിസ്റ്റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്രിയ അല്ലെങ്കിൽ ഓറിക്കിൾ കൺട്രാക്ട് ചെയ്യുന്ന പരിപാടി. അതായത് ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന സാധനം പെട്ടെന്ന് കൺട്രാക്റ്റ് ആവും. ഞെങ്ങി ഞെരുങ്ങുന്നതിനെയാണ് എന്തെന്ന് പറയുക. എല്ലാ കേസിലും ഞെങ്ങി ഞെരുങ്ങലല്ല, കാരണം നമ്മുടെ ബ്രീതിങ്ങിൻ്റെ കേസിൽ ഡയഫ്രം കുറച്ചുകൂടി വികസിക്കുക ചെയ്യണം. നമ്മൾ ജനറലി പറയുമ്പോൾ കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഫോഴ്സ് കൊടുത്ത് അതിനെ പിടിച്ച് നിർത്തുക, അല്ലെങ്കിൽ ജനറലി ഞെരുക്കി വെക്കുക എന്നതിനെയാണ് പറയുക. കൺട്രാക്ട് ചെയ്യുന്നു, എന്നാൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഏട്രിയൽ സിസ്റ്റോൾ എന്ന് പറയുന്നു. ഇനി ഏട്രിയൽ ഡയസ്റ്റോൾ എന്ന് പറഞ്ഞാൽ ഏട്രിയ റിലാക്സ്ഡ് ആയിട്ടിരിക്കണം ഒരു അവസ്ഥേനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഏട്രിയൽ ഡയാസ്റ്റോൾ എന്ന് പറയുക. സെയിം കേസ് തന്നെ നമ്മൾ വെൻട്രിക്കിളിലോട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻട്രിക്കൽ സിസ്റ്റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻട്രിക്കിൾ ഞെങ്ങുന്നു, അല്ലെങ്കിൽ വെൻട്രിക്കിളിൻ്റെ വോളിയം കുറയുന്നു, അല്ലെങ്കിൽ വെൻട്രിക്കിളിൽ പ്രഷർ കൂടുന്നു, അല്ലെങ്കിൽ വെൻട്രിക്കിളിൽ സിംപ്ലി പറഞ്ഞാൽ വെൻട്രിക്കിളിൽ ഞെക്കി വെക്കുന്നു. ഇനി വെൻട്രിക്കിൾ ഡയസ്റ്റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻട്രിക്കിൾ വികസിക്കുന്നു, അല്ലെങ്കിൽ വെൻട്രിക്കിൾ റിലാക്സ്ഡ് ആയിട്ടുള്ള ഫോമിലോട്ട് തിരിച്ചു വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പഴയ ഫോമിലോട്ട് തിരിച്ചു പോകുന്നു. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് വീഡിയോ ഒക്കെ അല്ലേ കേട്ടോ. ഓക്കെ, വീഡിയോ ഒക്കെ അല്ലേ നോക്കിക്കൊണ്ടിരിക്കണേ, വലിയ സെറ്റപ്പ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞ് സെറ്റപ്പ് ആയതുകൊണ്ട് അത് കൃത്യമായിട്ട് നോക്കിയില്ലെങ്കിൽ ഒന്നുകൂടി ഞാൻ ഒന്നേന്ന് റെക്കോർഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ടത് ജോയിൻ്റ് ഡയസ്റ്റോളിൽ നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സ്പേസ് ഉണ്ടോ? സ്പേസ് ഉണ്ട്. ഓക്കെ, ജോയിൻ്റ് ഡയസ്റ്റോളിൽ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റാർട്ട് ചെയ്യുക. ജോയിൻ്റ് ഡയസ്റ്റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഏട്രിയ, അതുപോലെ ഈ കാണുന്ന വെൻട്രിക്കിൾസ്, അതായത് ഈ കാണുന്ന ഏട്രിയാസ്, ഈ കാണുന്ന വെൻട്രിക്കിൾസ്, ഇത് രണ്ടും റിലാക്സ്ഡ് ആയിരിക്കും. ഡയാസ്റ്റോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ റിലാക്സേഷൻ. ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നമ്മൾ രണ്ടെണ്ണം തമ്മിൽ ജോയിൻ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നാക്കുക എന്ന് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ നമ്മൾ പറയാറില്ലേ, ആ വൈപ്പ് എടുത്ത് മറ്റേ വൈപ്പിന് ജോയിൻ ചെയ്താൽ കുറച്ചുകൂടെ നീളം കിട്ടും. ജോയിൻ ചെയ്യുക, ജോയിൻ്റ് ചെയ്യുക, ജോയിൻ്റ് വെക്കുക.
സിംപ്ലി നമ്മുടെ കൈ എടുത്ത് നോക്കുവാണെങ്കിൽ എൽബോ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം വേറൊരു സാധനമായിട്ട് പിടിപ്പിക്കുന്നതിന് സാധനം. നമ്മൾ ജോയിൻ്റ് എന്ന് പറയുന്നത് സാധാരണ ജനറലി ജോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇച്ചിരിയുടെ ഒരു എക്സ്റ്റെൻറ്റ് അല്ലെങ്കിൽ രണ്ട് സംഭവങ്ങൾ കൂട്ടി പറയുന്നതിനാണ്. അപ്പോൾ ജോയിൻറ്റ് ഡയസ്റ്റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്രിയ ആൻഡ് വെൻട്രിക്കിൾ ആർ ഇൻ റിലാക്സ്ഡ് കണ്ടീഷൻ. ഓക്കെ, ഏട്രിയയും വെൻട്രിക്കിൾസും എന്താണ്, റിലാക്സ്ഡ് കണ്ടീഷനിലാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി ജോയിൻറ്റ് ഡയാസ്റ്റോൾ കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന സാധനമാണ് എന്തെന്നറിയാമോ, SAN ആക്ടിവേറ്റ് ചെയ്യും. SAN എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ സൈനോ ഏട്രിയൽ നോഡ്, അതെ ഈ കാണുന്ന സാധനം എക്സൈറ്റ് ചെയ്യും. അവൻ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും. അവൻ ഇമ്പൾസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ ഈ ഒരു ഏട്രിയ മൊത്തം അവൻ്റെ ഇമ്പൾസ് അവൻ കൊടുക്കും, കണ്ടോ. പക്ഷേ അവൻ വെൻട്രിക്കിളിലോട്ട് അവൻ്റെ ഇമ്പൾസ് കൊടുക്കാൻ പറ്റുന്നില്ല. കാര്യം എന്നാ, വെൻട്രിക്കിൾസിലോട്ട് അവൻ്റെ ഇമ്പൾസ് അവന് കൊടുക്കാൻ സാധിക്കുന്നില്ല. കാര്യം എന്നാ, വെൻട്രിക്കിളിൻ്റെ അതിർത്തിയായിട്ടുള്ളത് ഫൈബ്രസ് ആണ്. ഫൈബറിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല, നമ്മുടെ ഇമ്പൾസിനെ കൊടുക്കാനായിട്ട് സാധിക്കില്ല. മസ്കുലറായിട്ട് മാത്രമേ ഇമ്പൾസിനെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ താഴത്തോട്ട് കൊടുക്കുന്നില്ല. ആയതിനാൽ തന്നെ ഈ ഇത് കണ്ടോ, നമ്മുടെ AV നോഡ് അല്ലേ, AV നോഡ്. അപ്പോൾ ഇവിടുന്ന് വരുന്ന ഇമ്പൾസിനെ മുഴുവൻ ആര് ക്യാച്ച് ചെയ്തിട്ടാണ് താഴത്തോട്ട് കൊടുക്കുന്നത്? കാരണം ഹൃദയത്തിന് മൊത്തത്തിൽ ഇമ്പൾസ് ഇല്ലാണ്ടായാലും ഹൃദയം മാന്യമായിട്ട് വർക്ക് ചെയ്യില്ല. ഏട്രിയ മാത്രം വർക്ക് ചെയ്താൽ ഹൃദയം വർക്ക് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഏട്രിയ മാത്രം വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ കഥം തീരും, അവിടെ നമ്മുടെ പരിപാടി തീരും, ഗ്യാസ് തീരും. ഓക്കെ, ചരമം അടയും അല്ലെങ്കിൽ നിര്യാതനാവും, മരിക്കും. ഏട്രിയ മാത്രം വർക്ക് ചെയ്താൽ. ഏട്രിയയും വെൻട്രിക്കിളും വർക്ക് ചെയ്യണം. അപ്പോൾ വെൻട്രിക്കിൾ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ഇമ്പൾസ് വെൻട്രിക്കിളിലോട്ട് എത്തണമല്ലോ. ഏട്രിയയിൽ നിന്നുള്ള ഇമ്പൾസ് ഏതായാലും പോണത് ഏട്രിയത്തിലോട്ട് മാത്രമേ ഉള്ളൂ. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് മാത്രമേ SI നോഡിൽ നിന്നുള്ള ഇമ്പൾസ് പോകുന്നുള്ളൂ. പിന്നെയുള്ളൊരു നമുക്ക് പ്രതീക്ഷയുള്ളൊരു സാധനം AV നോഡാണ്. അപ്പോൾ AV നോഡ് പ്രതീക്ഷയായിട്ട് വരുമ്പോൾ എന്നാ ചെയ്യണേ നോക്കിയോ, ഈ AV നോഡ് ഇവിടുന്ന് വരുന്ന ഇമ്പൾസിനെല്ലാം AV നോഡ് കളക്ട് ചെയ്യും. AV നോഡ് കളക്ട് ചെയ്തിട്ട് ഇവനത് പർക്കിഞ്ചി ഫൈബേഴ്സ് എത്തിക്കും. എന്ന് വെച്ചാൽ ഈ കാണുന്ന പർക്കിഞ്ചി ഫൈബേഴ്സ് അല്ല കേട്ടോ, ഇത് കണ്ടോ, പർക്കിഞ്ചി ഫൈബേഴ്സ് ഈ കാണുന്ന സാധനമാണ്. ഈ ഒരു ബ്രാഞ്ച് എന്നാന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ബ്ലഡ് ഫ്ലോ എടുക്കും, ഞാൻ പറഞ്ഞുതരാം. തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. AV നോഡ് ക്യാച്ച് ചെയ്യുന്ന ഇമ്പൾസിനെ എന്നാ ചെയ്യുന്നു, അവൻ പർക്കിഞ്ചി ഫൈബേഴ്സ് വരെ കൊണ്ടെത്തിച്ച് ഇതിനെ ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് വേണേൽ വിളിക്കാൻ കേട്ടോ. ഞാനത് അതിന് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ക്ലാസിഫൈ ചെയ്ത് പറയുന്നത് കുറച്ചുകൂടെ നല്ലത്. പക്ഷേ സമയം പോകുന്നതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ തൽക്കാലം ഇതിനിങ്ങനെ ഓർത്തോ, ബണ്ടിൽ ഓഫ് ഹിസ് എന്നോർത്തോ ഈ ഒരു പോണ സാധനത്തിനെ. അതെ, പർക്കിഞ്ചി ഫൈബേഴ്സ് വഴി വെൻട്രിക്കിളിലോട്ട് എത്തിക്കും. ഞാൻ പറഞ്ഞു SAN ആക്ടിവേറ്റഡ് ആയി. SAN ആക്ടിവേറ്റഡ് ആയി കഴിയുമ്പോൾ അവനിൽ നിന്നും ഇമ്പൾസ് ജനറേഷൻ ഉണ്ടാവിയാലേ, അവനിൽ നിന്നും ഇമ്പൾസ് ഉണ്ടായി. ഇമ്പൾസ് ഉണ്ടായപ്പോൾ എന്നാ സംഭവിക്കും? ഞാൻ നേരത്തെ എന്നാ പറഞ്ഞേ, ഇമ്പൾസ് ഉണ്ടായപ്പോൾ എന്നാ സംഭവിക്കുമെന്ന് നേരത്തെ പറഞ്ഞേ. ഇമ്പൾസ് ഉണ്ടായപ്പോൾ എന്നാ സംഭവിക്കുമെന്ന് നേരത്തെ പറഞ്ഞേ. ഇമ്പൾസ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവൻ ഇലക്ട്രിക് ഇമ്പൾസ് ഉണ്ടാക്കി SAN ഇമ്പൾസ് എന്നാന്നാണ് പറഞ്ഞത്, ഏട്രിയമേ കൺട്രാക്ട് ചെയ്തോ എന്ന് പറഞ്ഞു. ഏട്രിയത്തോട് എന്നാന്ന് പറഞ്ഞു, ഏട്രിയമേ കൺട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഏട്രിയത്തോട് കൺട്രാക്ട് ചെയ്യാൻ പറഞ്ഞു. ഏട്രിയം എൻ്റെ നോക്കിക്കോ മോനെ, കാരണം ഏട്രിയം പ്രവർത്തിക്കുന്ന തന്നെ SAN കാരണം. SAN ഓട്ടോ എക്സൈറ്റബിൾ ആണ്. അപ്പോൾ എന്നാ ചെയ്തു, ഏട്രിയൽ കൺട്രാക്ഷൻ, അതർവൈസ് ഇറ്റ്സ് കോൾഡ് ആസ് ഏട്രിയൽ സിസ്റ്റോൾ എന്ന് വിളിച്ചു. ഞാൻ ഒരു കാര്യം പറയട്ടെ, എപ്പോഴൊക്കെയാണോ ഏട്രിയ സിസ്റ്റോളിലിരിക്കുക അപ്പോഴൊക്കെ വെൻട്രിക്കിൾ ഡയസ്റ്റോളിലായിരിക്കും. വെൻട്രിക്കിൾ എപ്പോഴൊക്കെയാണ് സിസ്റ്റോളിലിരിക്കുക, ഏട്രിയ ഡയാസ്റ്റോളിലായിരിക്കും. കാര്യം രണ്ടെണ്ണവും കൂടി ഞെങ്ങിയിരുന്നാലോ രണ്ടെണ്ണം കൂടി വികസിച്ചിരുന്നാലോ കൃത്യമായിട്ട് ബ്ലഡ് ഫ്ലോ നടക്കുകയില്ല, മരണമടയും, നിര്യാതനാവും, ചരമകോളത്തിൽ പ്രവേശിക്കും, കാറ്റ് പോവും, തട്ടിപ്പോവും, ഏതൊരു ഡെഫിനേഷൻ വേണേലും അതിനെ കൊടുക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ ഏട്രിയൽ സിസ്റ്റോൾ നടന്നു അല്ലേ, ഏട്രിയൽ സിസ്റ്റോൾ നടന്നു. ഏട്രിയൽ സിസ്റ്റോൾ നടന്നിട്ട് അടുത്തത് നടക്കണേ അന്നേരം വെൻട്രിക്കിൾ ഡയസ്റ്റോളിലാണ് നടക്കുക. ഏട്രിയ സിസ്റ്റോളിലായിരിക്കുമ്പോഴെല്ലാം വെൻട്രിക്കിൾ ഡയാസ്റ്റോളിലായിരിക്കും. കോമൺ സെൻസ് അല്ലേ. ഇനി ഏട്രിയ സിസ്റ്റോളിലായി കുറേ ബ്ലഡ് എന്നാ ചെയ്തെന്ന് അറിയാവോ? അതെ, ഏട്രിയ ഞെങ്ങി ഇപ്പോൾ ഈ ട്രൈകസ്പിഡ് വാൽവി കൂടെയും ബൈകസ്പിഡ് വാൽവി കൂടെയും ഒക്കെ. ഇത് ബൈകസ്പിഡ്, ഇത് ട്രൈ വന്നില്ല അല്ലേ. ഓക്കെ, ഇതേ ട്രൈകസ്പിഡ്. അപ്പോൾ അതിനകത്തോടെ ബ്ലഡ് തന്നെ ചെയ്യുന്നു, താഴ്ത്തോട്ട് ചാടുന്നു. അപ്പോൾ ഇതിനകത്ത് നിറച്ച് ഇപ്പോൾ നിലവിൽ എന്തായി? ബ്ലഡായി. അതായത് നമ്മുടെ വെൻട്രിക്കിൾ നിറച്ച് ബ്ലഡ് നിറഞ്ഞു. ബ്ലഡ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏട്രിയത്തിൽ ബ്ലഡ് ഒത്തിരി വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എന്നെ ചെയ്യുന്നറിയാവോ? വെൻട്രിക്കിൾ ഞെങ്ങും. വെൻട്രിക്കുലാർ സിസ്റ്റോളിലോട്ട് വെൻട്രിക്കിൾ പോവും. ക്ലിയർ? അതായത് ഏട്രിയൽ, അതായത് SAN ആക്ടിവേറ്റ് ആയി. SAN ആക്ടിവേറ്റ് ആയി. അവിടുന്ന് വന്ന ഇമ്പൾസ് എന്നാ ചെയ്തു? നമ്മുടെ AVN പിടിച്ചെടുത്തു. SAN ആക്ടിവേറ്റ് ആയി, ഇമ്പൾസ് AVN പിടിച്ചെടുത്തു. AVN പിടിച്ചെടുത്ത ഇമ്പൾസ് എന്ത് ചെയ്തു? ഒത്തിരി ഫൈബേഴ്സ് വഴി, ബണ്ടിൽ ഓഫ് ഹീസ് വഴി അല്ലെങ്കിൽ പെർക്കൻജി ഫൈബേഴ്സ് വഴി നമ്മുടെ വെൻട്രിക്കിളിലോട്ട് കൊടുത്തു. അതവിടെ നിൽക്കട്ടെ. ബ്ലഡ് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിഗ്നൽ SAN ആർക്ക് കൊടുത്തു? ഏട്രിയത്തിനോട് കൊടുത്തു. അപ്പോൾ ഏട്രിയം കൺട്രാക്ട് ചെയ്തു. ഏട്രിയം കൺട്രാക്ട് ചെയ്തപ്പോൾ ബ്ലഡ് വെൻട്രിക്കിളിലോട്ട് ചാടി. വെൻട്രിക്കിളിലോട്ട് ചാടി കഴിഞ്ഞപ്പോൾ വെൻട്രിക്കിളിൽ ബ്ലഡ് ഒത്തിരി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ആയതിനാൽ വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്തു. വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്തപ്പോൾ അതിനെ നമ്മൾ വെൻട്രിക്കുലാർ സിസ്റ്റോൾ എന്ന് പറഞ്ഞു. ഈ വെൻട്രിക്കുലാർ സിസ്റ്റോൾ നടക്കുമ്പോൾ ഇവിടെ വേറൊരു മുട്ടൻ ഇവൻറ്റും കൂടി നടക്കുന്നുണ്ട്. മക്കളെ നോക്കിയോ, ശ്രദ്ധിച്ചോ, കണ്ടോ, എല്ലാം കണ്ടോടാ. ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് ലവ് ഇസ് പ്രൊഡ്യൂസ്ഡ്. ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് ലവ് ഇസ് പ്രൊഡ്യൂസ്ഡ്. ലബ്, നമ്മുടെ ഹാർട്ട് അടിക്കുന്നത് എങ്ങനെയാണ്? ലബ് ഡബ് ലബ് ഡബ് ലബ് ഡബ് ലബ് ഡബ് അങ്ങനെ അടിക്കുന്നത്. അല്ലാണ്ട് ഡും 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 അങ്ങനെയല്ല. സോ ലബ് എന്ന ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് നമുക്കവിടെ ദൃശ്യമായി. അപ്പോൾ നമ്മൾ എന്നാ ഇതെന്നറിയാമോ? ഈ ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് അയോട്ട, അതെ ഇങ്ങനെ അയോട്ട പോകുന്നുണ്ട്. ഈ ലബ് ഉണ്ടാവാൻ കാരണം എന്നാണെന്നറിയാമോ? ലബ് ഉണ്ടാവാൻ കാരണം ഈ ഒരു വാൽവില്ലേ, നമ്മുടെ മിട്രൽ വാൽവിൻ്റെയും അതുപോലെ തന്നെ ട്രൈകസ്പിഡ് വാൽവിൻ്റെ അല്ലെ ബൈകസ്പിഡ് ആൻഡ് ട്രൈകസ്പിഡ് വാൽവുകളുടെ അടപ്പുണ്ട്. ആ അടപ്പ് അടയുന്നതാണ് ലബ് എന്ന സൗണ്ടിന് കാരണക്കാരൻ. ഇനി നോക്കിയോ, വെൻട്രിക്കിൾ സിസ്റ്റോളിലായി കുറേ ബ്ലഡ് പമ്പ് ചെയ്തു. ഇനി ശേഷം എന്താ സംഭവിക്കേണ്ടത്? വെൻട്രിക്കിൾ ഡയസ്റ്റോളിലാവണം. വെൻട്രിക്കിൾ ഡയാസ്റ്റോളിലോട്ട് പോയി. അതായത് വെൻട്രിക്കിൾ എന്നാ ഇതെന്നറിയാവോ? പഴയതുപോലെ റിലാക്സ്ഡ് ആയി. വെൻട്രിക്കിൾ റിലാക്സ്ഡ് ആയി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ല അയോട്ട വഴി ബ്ലഡ് പോയി എന്ന് ഞാൻ പറഞ്ഞു. കണ്ടോ, അയോട്ട വഴി ബ്ലഡ് അയോട്ട വഴി ബ്ലഡ് മുകളിലോട്ട് കയറും. അപ്പോൾ ഗ്രാവിറ്റിക്ക് എതിരെയാവും വർക്ക് ചെയ്യുന്നത് അല്ലേ. ഗ്രാവിറ്റി താഴത്തോട്ട് ആക്ട് ചെയ്യുന്നു, ബ്ലഡ് മേലോട്ട് കയറുന്നു. അപ്പോൾ ഈ ഒരു സാധനം കോൺട്രാക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, അല്ലെ വെൻട്രിക്കിൾ ഇങ്ങനെ ഞെങ്ങി നിൽക്കുന്നുണ്ട്. വെൻട്രിക്കിളിൻ്റെ അവിടെ ഭയങ്കര പ്രഷർ കൊടുത്ത് പുറ ഇറക്കാമെന്ന് പറഞ്ഞാൽ ഒഴിച്ചു വിടുക. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അയോട്ട വഴി ബ്ലഡ് മേലോട്ട് കയറി പോകുന്നത്. അപ്പോൾ വെൻട്രിക്കിൾ റിലാക്സ്ഡ് ആയി കഴിഞ്ഞാൽ ബ്ലഡ് താഴത്തോട്ട് വരാനുള്ള സാധ്യതയില്ലേ? ബ്ലഡ് താഴത്തോട്ട് വരാനുള്ള സാധ്യതയില്ലേ? ബ്ലഡ് താഴത്തോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടി ഇവിടെ 2 വാൽവുകളുണ്ട്. ഇവിടെ 2 വാൽവുകളുണ്ട്. അപ്പോൾ ഏട്രിയത്തിൻ്റെ അവിടെയുള്ള വാൽവുകൾ അടയുമ്പോൾ എന്ത് സൗണ്ട് അവിടെ കേൾക്കണം? ഡബ് എന്ന സൗണ്ട്, അതായത് സെക്കൻഡ് ഹാർട്ട് സൗണ്ട് അവിടെ കേൾക്കും. സെമി ലൂണാർ വാൽവ്സ് ഓഫ് atria closes and the sound dub appears. അത്രയും മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? അത്രയും ഓടടാ പരിപാടി. ഇനി ഇവന്മാർ 2 പേരും
ജോയിൻ ഡയസ്റ്റോളിലോട്ട് തിരിച്ചു പോകും. സൈക്കിളല്ലേ, അപ്പോൾ തുടങ്ങിയെടുത്ത് തന്നെ അവസാനിക്കണ്ടേ. ഇതേ ഇത്രേ ഉള്ളൂ സംഭവം. ശ്രദ്ധിച്ച് കണ്ടോ. ഇത്രയേ ഉള്ളൂ സാധനം. അതായത് വൃത്തിയായിട്ട് ഒന്നുകൂടി സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ജോയിൻ്റ് ഡയാസ്റ്റോളിലായിരുന്നു. അത് രണ്ടുപേരും വികസിച്ച് നിൽക്കുമായിരുന്നു. ദേ ഏട്രിയ വെൻട്രിക്കിൾ രണ്ടുപേരും വികസിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ SIN ഏട്രിയയോട് പറഞ്ഞു കൺട്രാക്ട് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ ഏട്രിയ കൺട്രാക്ട് ചെയ്തു. അപ്പോൾ ഇമ്പൾസ് കിട്ടി. ഏട്രിയ കൺട്രാക്ട് ചെയ്ത് ഏട്രിയൽ സിസ്റ്റോളിലോട്ട് പോയി. ഏട്രിയൽ സിസ്റ്റോളിലോട്ട് പോകുമ്പോൾ വെൻട്രിക്കിൾ ഡയാസ്റ്റോളിലാണ് ഇരിക്കുക. വെൻട്രിക്കിളിലോട്ട് ബ്ലഡ് മുഴുവൻ ചാടി കഴിഞ്ഞപ്പോൾ വെൻട്രിക്കിളിൻ്റെ അടുത്ത് ബ്ലഡ് അത്രയും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വെൻട്രിക്കിൾ എന്ത് ചെയ്തു? കൺട്രാക്ട് ചെയ്തു. ഞാൻ മുകളിൽ പറഞ്ഞായിരുന്നു എപ്പോഴൊക്കെ വെൻട്രിക്കിൾ കൺട്രാക്റ്റിലിരിക്കുന്നു അപ്പോൾ ഏട്രിയ റിലാക്സ്ഡ് ആയിരിക്കും. ഏട്രിയ കൺട്രാക്ട് ചെയ്യുമ്പോൾ വെൻട്രിക്കിൾ റിലാക്സ്ഡ് ആയിരിക്കും. വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്തു. അപ്പോൾ ഇതിനകത്തുനിന്ന് അയോർട്ടയൊക്കെ ബ്ലഡ് എടുത്തുകൊണ്ട് പോയി. അയോർട്ടയൊക്കെ എന്നാ ചെയ്തു? ബ്ലഡ് കൊണ്ടുപോയി. മേളിലോട്ട് ബ്ലഡ് കൊണ്ടുപോയ ശേഷം അയോർട്ട മുകളിലോട്ട് ബ്ലഡ് കൊണ്ടുപോകുമ്പോൾ ഈ ഒരു നമ്മുടെ ഏട്രിയ റിലാക്സ്ഡ് ആണ്. അപ്പോൾ ഏട്രിയ റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ബ്ലഡ് മേളിലോട്ട് കയറാൻ പാടില്ല അല്ലേ. അപ്പോൾ എന്നായും ആ വാൽവ് അടയും. നമ്മുടെ ട്രൈകസ്പിഡ് ബൈകസ്പിഡ് വാൽവുകളുടെ അടപ്പടയും. അപ്പോൾ അന്ന് ലബ് എന്ന സൗണ്ട് കേൾക്കും. എന്നാൽ അതിനുശേഷം വെൻട്രിക്കിൾ ഡയാസ്റ്റോളിലോട്ട് പോകും. വെൻട്രിക്കിൾ ഡയാസ്റ്റോളിലോട്ട് പോയി കഴിഞ്ഞാൽ, അതായത് നമ്മുടെ വെൻട്രിക്കിൾ റിലാക്സ്ഡ് പൊസിഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഏട്രിയ കൺട്രാക്റ്റഡ് ആണ്. പക്ഷേ എന്താടാ അയോർട്ട ആൻറ്റിഗ്രാവിറ്റിയാണ് അല്ലേ. ബ്ലഡ് മുകളിലോട്ടാണ് പമ്പ് ചെയ്യുന്നത്. ഇവിടെ നിന്നുള്ള പ്രഷർ കാരണമായിരുന്നു അയോർട്ടയിലേക്ക് ബ്ലഡ് ക്ലിയർ ആയിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രഷർ കുറഞ്ഞു, റിലാക്സ് ചെയ്തു അല്ലേ. ഇവിടുത്തെ പ്രഷർ കുറഞ്ഞു, റിലാക്സ് ചെയ്തു. അപ്പോൾ റിലാക്സ് ചെയ്ത് കഴിയുമ്പോൾ ബ്ലഡ് താഴത്തോട്ട് ചാടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് സെമിലൂണാർ വാൽവുകൾ, അയോർട്ടയിലുള്ള സെമിലൂണാർ വാൽവുകൾ അടയുന്നു. അപ്പോൾ അവിടെ എന്തുണ്ടായി? ഡബ് എന്ന സൗണ്ട് ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ ലബ് ഡബ് ഉണ്ടായി. എന്ന് വെച്ചാൽ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കാർഡിയാക് സൈക്കിൾ എന്ന് നമ്മൾ പറയുക. ഇനി കാർഡിയാക് സൈക്കിളിനെ ബന്ധപ്പെട്ടിട്ട് 1-2 കണക്ക് കൂടി നമുക്കൊന്ന് ചെയ്തേക്കാം. കണക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഇൻ്റഗ്രേഷനോ ഇൻ്റഗ്രേഷനോ ഡിഫറൻസിയേഷനോ ഒന്നുമില്ല കേട്ടോ. വളരെ സിമ്പിളാണ്. ജസ്റ്റ് കൂട്ടാൻ മാത്രമേ ഉള്ളൂ. ഒരാൾ അല്ലെങ്കിൽ നമുക്ക് ഞാൻ ഡയറക്റ്റ് ടൈമിലോട്ട് പറഞ്ഞേക്കാം. നിങ്ങൾ അധികം കൺഫ്യൂഷൻ അടിപ്പിക്കുന്നില്ല. സ്ട്രോക്ക് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്ട്രോക്ക് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു ബീറ്റിൽ പമ്പ് ചെയ്യുന്ന ബ്ലഡിനെയാണ് സ്ട്രോക്ക് വോളിയം എന്ന് പറയുക. ഒരു ബീറ്റിൽ പമ്പ് ചെയ്യുന്ന ബ്ലഡിനെ അത് ഏതാണ്ട് 90 ml വരും കേട്ടോ. 70 ml വരുവേ. കൃത്യമായിട്ട് ഞാൻ അത് ഓർക്കില്ല, കൊണ്ട് എഴുതി വെച്ചിരുന്നത്. 70 ml കണക്ക് വരും. 70 ml വരും സ്ട്രോക്ക് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 5000 ml ആണ്. അതായത് ഏതാണ്ട് 5 ലിറ്ററാണ് നമ്മുടെ കാർഡിയാക് ഔട്ട്പുട്ട്. കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബീറ്റിൽ അയാൾ 70 ml ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഒരു മിനിറ്റിൽ എത്ര ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട് എന്നതാണ് കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുക. സ്ട്രോക്ക് വോളിയം ഇൻറ്റു നമ്പർ ഓഫ് ബീറ്റ്സ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ ഏതാണ്ട് 70 മുതൽ 72 തവണ വരെ ബീറ്റ് ചെയ്യുന്നുണ്ട്. 70 മുതൽ 72 തവണ വരെ ഒരു സാധാരണ മനുഷ്യൻ്റെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 5000 ലിറ്റർ ബ്ലഡ് അല്ലെങ്കിൽ 5000 ml ബ്ലഡ് അല്ലെങ്കിൽ 5 ലിറ്ററോളം ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് എടുക്കാം. ക്ലിയർ ആയില്ലേ? അത്ര സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം നമുക്ക് തീർക്കാം. ഇനി നിങ്ങൾക്ക് കുറച്ചൊരു അഡീഷണൽ ആയിട്ടുള്ളൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരു കാർഡിയാക് അല്ലെങ്കിൽ ഒരു തവണ ബീറ്റ് ചെയ്ത് ബ്ലഡ് പമ്പ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 0.8 സെക്കൻഡാണ്. 0.8 സെക്കൻഡാണ്. അതായത് ഒരു കാർഡിയാക് സൈക്കിളിൻ്റെ ഡ്യൂറേഷനാണ് കേട്ടോ. ഡ്യൂറേഷൻ ഓഫ് 1 കാർഡിയാക് സൈക്കിൾ ഈക്വൽ ടു 8 സെക്കൻഡ്. അതവിടെ നിൽക്കട്ടെ. അതുപോലെ ജോയിൻ്റ് ഡയാസ്റ്റോളിൻ്റെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.4 സെക്കൻഡാണ്. ഇത്രയും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. 0.4 സെക്കൻഡാണ് ജോയിൻ്റ് ഡയാസ്റ്റോളിൻ്റെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ 2 പോയിൻ്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഭയങ്കര കാര്യം. ഇത് അധികം അങ്ങനെ ചെകഞ്ഞ് പോകണ്ട. NCERT കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഒന്ന് ജസ്റ്റ് ചുമ്മാ നോക്കി വെച്ചേരെ. അതായത് ഒരു കാർഡിയാക് ഒരു ബീറ്റിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.8 സെക്കൻഡാണ് ഒരു ജോയിൻ്റ് ഡയാസ്റ്റോളിൻ്റെ
സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.4 സെക്കൻഡാണ്. അതായത് സിസ്റ്റോളും ഡയാസ്റ്റോളും കൂടി കൂട്ടിയാൽ 8 സെക്കൻഡ് വരണം എന്ന് ചുരുക്കം. അതായത് ഒരു സിസ്റ്റോൾ, അത് ഏട്രിയൽ സിസ്റ്റോൾ പ്ലസ് വെൻട്രിക്കുലർ ഡയസ്റ്റോൾ കൂട്ടി കഴിഞ്ഞാൽ 0.8 സെക്കൻഡ് വരണമെന്ന് ചുരുക്കം. അല്ലെങ്കിൽ വെൻട്രിക്കുലർ സിസ്റ്റോൾ പ്ലസ് ഏട്രിയൽ ഡയസ്റ്റോൾ കൂട്ടിയാൽ 0.8 സെക്കൻഡ് വരണം എന്ന് ചുരുക്കം. ബാക്കി നിങ്ങൾക്ക് എളുപ്പമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നിർത്തിയേക്കാം. മനസ്സിലായോ എന്ന് എനിക്കറിയില്ല, ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു ടോപ്പിക് അത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സോ കാർഡിയാക് സൈക്കിൾ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഒറിജിനൽ ഹൃദയം അങ്ങനെ വെട്ടിമുറിച്ച് വെച്ചേക്കുവാണ്. സോ ലെറ്റ് മീ വൈൻഡ് അപ്പ് ദിസ് സെഷൻ. താങ്ക് യു ഗൈസ്. പിന്നെ ഒരു കാര്യം കൂടി കേട്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി എക്സ്ട്രാ ടോപ്പിക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റാ ഐ ഡി താഴെ കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ടിൽ ദെൻ ബൈ ബൈ.